വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മെയ് 1 ലേബർ ദിനം. ഞങ്ങൾക്ക് യൂറോപ്പിൽ ഇവിടെ അവധിയാണ്, എസ്പെഷ്യലി ജർമ്മനിയിലൊക്കെ ഞങ്ങൾക്ക് അവധിയാണ്. ഇന്ത്യയിലും പല പല രാജ്യങ്ങളിൽ നിന്ന് അവധിയാണ്. നമ്മുടെ ലേബർ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതൊരു പബ്ലിക് ഹോളിഡേയാണ്. പക്ഷെ ചില രാജ്യങ്ങളിൽ ലൈക്ക് നെതർലാൻഡ്സിൽ അവധിയില്ല, അതേകൂട്ട് മിഡിൽ ഈസ്റ്റിൽ അവധിയില്ല. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ അവധിയാണ്. അപ്പം രാവിലെ ഞങ്ങൾ ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. നമ്മൾ ലേബർ പണി ചെയ്യാതെ നമുക്ക് ഭക്ഷണം കിട്ടൂലല്ലോ. നമ്മൾ എന്തായാലും ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണം. അപ്പം പെട്ടെന്ന് ഇവിടെ കടകളെല്ലാം അവധി. അപ്പം ഞങ്ങൾക്ക് പുറത്തു പോയൊന്നും കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഒത്തിരി ഇല്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷടപടേ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൂടുക, കാണുക എങ്ങനെയാണ് മട്ടർ ചിക്കൻ കീമ കറിയും കുബൂസിന്റെ കൂടെ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം. പക്ഷെ ഞങ്ങൾ ഇത് ഇന്ന് കുബൂസിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടാലോ എങ്ങനെയാ കറി ഉണ്ടാക്കുന്നതെന്ന്. ജോയിൻ മീ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് മട്ടർ. ഇതാണ് ഫ്രോസൺ പീസ്. ഓക്കെ, നമ്മുടെ ഇവിടെ ഫ്രഷ് മട്ടർ കിട്ടില്ല, അപ്പം നമ്മൾ ഫ്രോസൺ മട്ടർ ആണ് മേടിച്ചേക്കുന്നത്. മട്ടർ എന്ന് വെച്ചാൽ പീസ്. ഓക്കെ, പിന്നെ കീമ, ഇത് ചിക്കൻ കീമ ആണ്. ഇതും നമുക്കിവിടെ ഇങ്ങനെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇങ്ങനെ ഓൾറെഡി കീമ ആയിട്ട് ചിക്കൻ കിട്ടും. അപ്പം ചിക്കൻ കീമ, പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ദെൻ ഇത് മഞ്ഞ കാപ്സിക്കം. നമുക്ക് റെഡും പച്ചയൊക്കെ ഉപയോഗിക്കാം. ഞങ്ങളുടെ കയ്യിലിപ്പോൾ മഞ്ഞയായിരുന്നു കൊണ്ട് മഞ്ഞ എടുത്തു. പിന്നെ ടൊമാറ്റോസ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, നിങ്ങളുടെ കീമയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ടൊമാറ്റോസ് എടുക്കാം. പിന്നെ സ്ലൈസ്ഡ് ഓണിയൻ, ഞങ്ങളിവിടെ റെഡ് ഓണിയൻ ആണ് എടുത്തേക്കുന്നത്. ഇവിടെ വെള്ള ഓണിയനും കിട്ടും, പക്ഷെ റെഡിനാണ് ഒന്നുകൂടെ ടേസ്റ്റ്. എണ്ണ ചൂടാവാൻ കാത്തിരിക്കുകയാണ്. വൺസ് എണ്ണ ഈസ് ഹോട്ട്, നമ്മൾ നമ്മുടെ സാധനങ്ങൾ അതിൽ ചേർക്കുകയാണ്. ഷെഫിന് മുഖം കാണിക്കണമെന്ന് താല്പര്യമില്ല, അതുകൊണ്ട് എക്സ്ക്യൂസസ്. അപ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എണ്ണയ്ക്കകത്തോട്ട് ഞങ്ങളിപ്പം ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നതിന് ശേഷമാണ് ബാക്കി സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് കടുക്, ജീരകം അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. എണ്ണ ചൂടായപ്പോഴേ അതിനകത്തോട്ട് ശ്രീനേട്ടൻ നമ്മുടെ മെയിൻ താരങ്ങളെ ചേർത്തു. പച്ചമുളക്, ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി, കരിവേപ്പില. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും, പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കരിവേപ്പിൻ്റെ തൈ ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഞങ്ങൾ എടുത്താൽ നല്ല മണമാണ്. അടുത്തതായിട്ട് നമ്മൾ അതിനകത്ത് ഉള്ളി ഇട്ടു. സവാള ഗിരി കണ്ടോ? ശ്രീനേട്ടൻ ചെറുതായിട്ട് അതിനെ നല്ല തിൻ സ്ലൈസസ് ആയിട്ടാണ് അതിനെ അരിഞ്ഞേക്കണേ. ഹീ ഈസ് എക്സ്പേർട്ട് ഇൻ ഡൂയിങ് സവാള ഗിരി. എന്തായാലും ഭക്ഷണം ഉച്ചയ്ക്ക് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ കളിയാക്കുന്നില്ല. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വരണം. അതുവരെ നമുക്കൊരു ചിന്ന ബ്രേക്ക് എടുക്കാം ഗൈസ്. നമ്മുടെ ഷെഫിന് മുഖം കാണിക്കണം എന്ന് താല്പര്യമില്ല, എന്നാലും നിങ്ങൾ എൻ്റെ മുഖം കണ്ടോളൂ. അതിനുശേഷം ശ്രീനേട്ടൻ ഇതിനുള്ളിലിട്ടു മഞ്ഞൾപ്പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ലേശം ഉപ്പ് നിങ്ങളുടെ സ്വാദനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആർഭാടത്തിന് ശകലം കരിവേപ്പിലയും കൂടെ ഉള്ളിലിട്ടിട്ടുണ്ട്. ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ആർഭാടം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൈവെക്കാൻ നോക്കി, ശരിയായില്ല. ഇനിയും ഇടുന്നതാണ് മല്ലിപ്പൊടി. ഒരു 3 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മുളക് പൊടി, അതും ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി. ഇത് നമ്മുടെ നാട്ടിലെ മുളക് ഉണക്കി പൊടിപ്പിച്ചാണ് ഈ സാധനം. ഇതെന്താ ഇട്ടേ? ഓക്കെ, ദിസ് ഇസ് പെരുംജീരകപ്പൊടി. ആൻഡ് ഇപ്പോൾ ഇട്ടത് ജീരകപ്പൊടി. അതിനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ തക്കാളി ഇടുക, tomatoes, then yellow bell peppers.
കുഞ്ഞു കുഞ്ഞു കുഞ്ഞുനാന്ന് അരിഞ്ഞിട്ടുള്ള ബെൽ പെപ്പേഴ്സും ടൊമാറ്റോസും ഇടുക. നന്നായിട്ട് അതിനെ മിക്സ് അങ്ങോട്ട് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മട്ടർ ഇല്ലെങ്കിൽ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ്, അതിനെ അതിനകത്തോട്ടിടുക. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മട്ടറെല്ലാം മിക്സ് മസാലയുടെ കൂടെ ആയതിനു ശേഷം നമ്മളതിൽ കീമ ഇടാൻ പോവാണ്. ചിക്കൻ കീമ. Life is so easy, man, when you get everything ready made like this. No efforts. നമ്മളിങ്ങനെ ചിക്കൻ കീമ അതിനകത്തോട്ടിട്ട് മട്ടറും ഉള്ളിയും തക്കാളിയും മസാലകളും ബെൽ പെപ്പറിൻ്റെ ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറിച്ച് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടർ ചിക്കൻ കീമ കറി റെഡിയായി ഗൈസ്. ഇതൊരു ഡ്രൈ കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തി, നാൻ, അപ്പം, കുബൂസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലഞ്ച് ആയാലോ? പിന്നെ എന്നും കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഫീഡ്ബാക്ക് തരണം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ. ബൈ.